BJP അടുത്ത ഊഴം ലഭിക്കാനുള്ള മത്സരമാണെങ്കിൽ BJP പുറത്താക്കാനുള്ള ത്വരയിലാണ് പ്രതിപക്ഷ മുന്നണികളൊക്കെ. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ ചരിത്രം ആവർത്തിക്കുമെന്നാണ് നിതിൻ ഗഡ്കരി പറയുന്നത്. നമ്മുടെ ഹൈവേ മാൻ നാഗ്പൂരിൽ വെച്ച് നിതിൻ ഗഡ്കരി ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രനുമായി സംസാരിച്ചു. വളരെ ആത്മവിശ്വാസത്തോടെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഗഡ്കരി സംസാരിച്ചത്. മോദിയുടെ മുഖം മുന്നിൽ വെക്കാതെ BJP ധൈര്യമായി വോട്ട് തേടുന്നുണ്ടെങ്കിൽ ആ മണ്ഡലം നാഗ്പൂരാണ്. ഹൈവേമാൻ എന്ന വിളിപ്പേരുമായാണ് ഇത്തവണ ഗഡ്കരി മത്സരത്തിനിറങ്ങുന്നത്. No poster, no big billboards. Are you more confident this time? That is not because of confidence. From 10 years I am very much active in my constituency. I have got personal relationship with the lakhs of the people, and people now know my name and the people know my work. So that is the reason I don't want to take any poster and banner. രാമനവമി പരിപാടികൾ പങ്കെടുക്കുന്ന തിരക്കിലായിരുന്നു പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിനം ഗഡ്കരി. ഓരോ തെരഞ്ഞെടുപ്പിലും പിന്തുണയ്ക്കുന്ന വിഭാഗങ്ങളുടെ എണ്ണം കൂടുകയാണെന്ന് അവകാശവാദം. If BJP is winning 400 seats, how many seats would Maharashtra contribute? It will last time whatever the seat number, more than that. All the churches they support me. It's really a great thing for me. കേരളത്തിലെ BJPയുടെ സാധ്യതയെക്കുറിച്ച് വ്യക്തതയില്ല. പക്ഷേ പ്രചാരണത്തിനായി ഉടനെത്തും. How many seats would BJP get in Kerala? That I don't know, but I am going to visit Kerala now after my election. Still I don't know about it. പ്രദേശത്തെ ശക്തനായ എതിരാളിയെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. വികാസ് താക്കറെ വെല്ലുവിളിയായതുകൊണ്ടാണ് ഗഡ്കരി പതിവില്ലാത്ത വിധം പ്രചാരണം കടുപ്പിച്ചതെന്ന് കോൺഗ്രസ്. और 5 लाख वोटों के अंतर से मैं चुनाव जीतूंगा ये दावा करने वाले गडकरी जी पिछले 15 दिनों से लगातार गलो गली घूम रहे हैं. വിജയത്തിൽ കുറഞ്ഞതൊന്നും ഗഡ്കരി പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഭൂരിപക്ഷം കുറയാതെ നോക്കേണ്ടത് അദ്ദേഹത്തിന് പ്രധാനമാണ്. നാഗ്പൂരിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. പ്രിയപ്പെട്ട പ്രേക്ഷകർ, സൂരജ് കുമാർ P പറയുന്നു ഈ 24 കണക്ട് എന്താണെന്ന് അറിയാത്തവർക്കായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണം. പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. 24 കണക്ട് ഒരു കാരുണ്യ പദ്ധതിയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒരു കുടക്കീഴിൽ അണിനിരത്തി നമുക്ക് സമൂഹത്തിൽ ചെയ്യാൻ കഴിയുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് 24 കണക്റ്റിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. 3 കൊല്ലം കൊണ്ട് 1 കോടി ആളുകൾ ഈ കുടക്കീഴിൽ കയറിയാൽ ഈ കുടയിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. 24 കണക്റ്റിൽ നിങ്ങളെല്ലാവരും അംഗമാകണം. ജാതി വർഗ രാഷ്ട്രീയ പരിഗണനകളൊന്നും ഇതിനകത്തില്ല. മെറിറ്റ് മാത്രമേ ഉള്ളൂ. സഹായിക്കാനും സഹവർത്തിത്വത്തോടെ പെരുമാറാനും അന്യരോട് കരുണ കാണിക്കാനുള്ള മഹാമനസ്കത മാത്രം നമുക്ക് മതി. ഇതിനകത്ത് വിദ്യാഭ്യാസം പോലും പ്രശ്നമല്ല. ഈ നൗഷാദ് പുന്നത്തല പറയുന്നു, രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് പകരം വ്യക്തിഹത്യകൾക്ക് പ്രാധാന്യം നൽകുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഭൂഷണമല്ല. ആരായാലും വ്യക്തിപരമായ പരാമർശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്.